ഭാരത സർക്കാരിന്റെ ബഹുമതിയായ പത്മശ്രീ നേടിയ തെയ്യൻ കലാകാരൻ ആയ ശ്രീ നാരായണ പെരുവണ്ണാനെ ഐലാൻഡ് മുത്തപ്പൻ മടപ്പുരയിൽ വെച്ച് ക്ഷേത്ര ഭാരവാഹികൾ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. ഭാരത സർക്കാരിന്റെ പത്മശ്രീ നേടിയ ശ്രീ നാരായണ പെരുവണ്ണാനെ വന്നതാണ്. നിങ്ങളൊക്കെ മൊബൈൽ ഒറ്റ പറഞ്ഞില്ലേ? ആ ഇപ്പോ എന്താ അവാർഡാണ് ഇത്? എങ്ങനെ കിട്ടിയേ? പത്മശ്രീ അവാർഡ് അല്ലേ? പിന്നെ എന്താ പേരെന്താ? എൻ്റെ പേര് നാരായണ പെരുവണ്ണ. എവിടെ സ്ഥലം? പാലകുളങ്ങര. കാസർഗോഡ് അല്ലല്ല, തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിൽ പാലകുളങ്ങര. പിന്നെ ഇത് അവാർഡ് എപ്പാന്ന് ഇനി നിങ്ങൾ? ഈ 22-ന് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്സായിട്ടില്ല. അത് ഏത് മാസം? ഈ മാസം ഏപ്രിൽ 22-ന് ഡൽഹിയിൽ വെച്ചിട്ട് രാഷ്ട്രപതിയുടെ തരാൻ വേണ്ടിയിട്ട് അല്ലേ? എന്തായാലും ഭംഗിയായിട്ട് ഇനിയും ഇതുപോലെ ഒരുപാട് അവാർഡുകൾ തെയ്യം കെട്ടുന്നവർക്ക് ആദ്യമായിട്ട് കിട്ടിയ അതിനായിരുന്നു എല്ലാ കലാകാരന്മാരും, തെയ്യ കലാകാരന്മാരും ഓർക്കാൻ എല്ലാ വിഷയത്തിലും ആൾക്കാർക്കും അതെ അതെ അംഗീകാരമായിട്ട് അതെ 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 എല്ലാവർക്കും വേണ്ടി സ്വീകരിച്ചു അല്ലേ? കിട്ടിയത് മാത്രമല്ല, നമ്മളെ ഈ വിഷയം പരമ്പരയിലുള്ള എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ദേശത്തിനും പ്രത്യേകിച്ച് കണ്ണൂർക്കാർക്കും അല്ലേ? നല്ല നമസ്കാരം. തെയ്യം കെട്ടുന്ന എല്ലാ ക്ഷേത്രക്കാർക്കും അതുപോലെ നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അങ്ങ് വാങ്ങുന്നത് മാത്രം അല്ലേ? ആ ഒരു അവാർഡ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ കൊണ്ടുവരാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ അല്ലേ? അത് നമ്മുടെ പാരമ്പര്യത്തിന്റെയും നമ്മളെ അച്ഛനെയും ഗുരുകാരണന്മാരെല്ലാം അനുഗ്രഹത്തിന്റെയും ഒരു അനുഗ്രഹം മാത്രമായിട്ടാണ്. എത്ര എല്ലാ തെയ്യങ്ങളും കെട്ടില്ല? 4 വയസ്സ് മുതൽ കെട്ടി തുടങ്ങി. 68 വയസ്സായി. അതെ കഴിഞ്ഞ കൊല്ലം വീടും കെട്ടി. എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു അവാർഡ് എത്തിച്ചേർന്നത്? അത് പിന്നെ രാഷ്ട്രത്തിന്റെ അംഗീകാരമല്ലേ? അതെ അതെ. എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം അവര് പിന്നെ ഇതിന്റെ ആൾക്കാർ ഉണ്ടാവില്ല, കലാപരമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് പിന്നെ ഇത് ചെയ്ത് അറിയിച്ച് അങ്ങനെ നമ്മൾ അതിന്റെ അപേക്ഷ കൊടുത്ത് അങ്ങനെ വരുന്നത്. അങ്ങനെ കാരണം ചോദിക്കാൻ കാരണം നമ്മുടെ കേരളത്തിൽ അനേകം ഇതുപോലെ അതുണ്ട്, ഒരുപാട് പേരുണ്ട്. ആയിരക്കണക്കിന് പേര് ഇടയിൽ നിന്ന് ഒരാൾക്ക് കിട്ടുക, ലക്ഷത്തിന്റെ ഒരാൾക്ക് കിട്ടുന്നു. പക്ഷെ നമ്മൾ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നമ്മളെ ഏറ്റവും വലിയ തെയ്യത്തിന്റെ വിഷയത്തിൽ ഇന്ന് വരെ ഒരാൾക്ക് ഇത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് പക്ഷെ ഇനി എല്ലാ തെയ്യ കലാകാരന്മാരും എല്ലാവർക്കും ഒരു ഇതായില്ല, മുന്നോടിയായില്ല അവർക്ക്. ഇനി നമ്മളെ വിഷയം തെയ്യം ആടാ നമ്മളെ ലോകരാഷ്ട്രം അംഗീകരിച്ചു. അതാണ് അതിന്റെ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് രാഷ്ട്രം അംഗീകരിച്ചു. അവാർഡിനേക്കാൾ വലിയ അതാണ് അല്ലേ? അതാണ്. അപ്പൊ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനത്തിലെ തെയ്യം കെട്ടുന്നവർക്കും എല്ലാവർക്കും ഒരു അംഗീകാരം ഈ വിഷയത്തിലില്ലേ എല്ലാവർക്കും കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ടാണ് നമുക്ക് ഈ പത്മശ്രീ നമ്മളെ ഇന്ത്യൻ ജനതക്കും ഇത് സമർപ്പിക്കുന്നത് അല്ലേ? നല്ല നമസ്കാരം. കൂടി പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് നാരായണ പെരുവണ്ണ, തളിപ്പറമ്പ്, പാലകുളങ്കരയാണ് സ്വദേശം, കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ എല്ലാ തെയ്യങ്ങളും കെട്ടിയിട്ടുണ്ട്. തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ വിവരവും. അതിന് ഇന്നൊരു അത്ഭുതമുണ്ട്. എന്തായാലും നമ്മളെ ഈ ഐലാൻഡ് മടപ്പരയിൽ എത്തിയപ്പോ ഇവിടുന്നാണ് അതിന്റെ ഡേറ്റ് നമുക്ക് അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് ഇന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. അത് ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ തിരുപ്പന കെട്ടാനായിട്ട് ഞാനിവിടെ വന്നതാണ്. അന്നേരമാണ്
ഈ വിവരം കിട്ടിയത്. അപ്പൊ അതിൽ അത്രയും സന്തോഷം അതിലുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയും. അതെ അതെ അതാണ്. അപ്പൊ എല്ലാ ഈശ്വരന്മാരും നമ്മളെ അനുഗ്രഹം ഉണ്ട് എന്നുള്ള ഒരു തെളിവാണ് ഇന്ന് ഇവിടുന്ന് കിട്ടാൻ. വളവട്ടം കാവില് ദൈവത്തിന് പോയ സമയത്ത് അവിടുന്നാണ് ഈ വിവരം അറിയുന്നത് ഇങ്ങനെ ഉണ്ട് എന്നില്ല. അപ്പൊ ഇവിടെ എത്തിയപ്പോ അത് കിട്ടുന്നുള്ള വിവരം ഇപ്പൊ ഇവിടുന്ന് കിട്ടി. അപ്പൊ അതെല്ലാം ആ നമ്മള് കെട്ടിയാടിക്കപ്പെടുന്ന ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം ദൈവാനുഗ്രഹം തന്നെ അതിന് പറയാൻ പറ്റുന്നു. എല്ലാവരും മനസ്സിലാക്കാനും കൂടി തലമുറക്ക് നമ്മൾ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായും പാലിച്ച് അതിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു അംഗീകാരം കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി. പക്ഷേ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ പാലിക്കണം. തെയ്യം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തെയ്യങ്ങൾ റോട്ടുമിൽ റോട്ടുമിൽ കൊണ്ടുവരുന്ന അവസ്ഥയായി അങ്ങനെ അതിനകത്ത് നമ്മൾ മറ്റൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന കലയായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തെയ്യമായിട്ട് അനുഷ്ഠാനമായിട്ട് ഇത് പരമ്പരയായിട്ട് കിട്ടുന്നതല്ല. അതും കിട്ടുന്നതും പിന്നെ പൂർവികന്മാരുടെ അനുഗ്രഹത്താൽ കിട്ടുന്നത് തന്നെയാണ്. അച്ഛന്റെയും നമ്മുടെ ഗുരുകാരന്മാരെല്ലാം അനുഗ്രഹം തന്നെയാണ് ഇന്ന് കിട്ടിയതെന്നാണ് എനിക്ക്. അതെ. അപ്പൊ ഇനി മറ്റുള്ള എല്ലാ തെയ്യ കലാകാരന്മാരോടും അതൊരു പാഠമായിരിക്കണം. അത് ഏറ്റവും മുതിർന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയ ഏറ്റവും വലിയ ഒരാളാന്ന് പറയുന്നത് നിങ്ങളെ ആചാര അനുഷ്ഠാനങ്ങൾ പരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ളത് നശിപ്പിക്കാതെ അല്ലെ അതിനായ രീതിയിൽ കിട്ടിയ ഒരു അംഗീകാരമാണ്. അതെ അതെ. ഇതുപോലെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലെ. എന്നാ നല്ല ആ നിലയിലേക്ക് തന്നെ അതിനെ കൊണ്ടുപോകണം, പരിപാലിച്ച് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു അംഗീകാരം അംഗീകരിക്കണമല്ലോ. ചെയ്യണ്ടേ? രാജ്യം തന്നെ അംഗീകരിക്കണം. അംഗീകരിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യുന്നത് കൃത്യമായും അതിന്റെ ഇതോടുകൂടെ ആചാരാനുഷ്ഠാനത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കൊടുക്കണം, അംഗീകാരം കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു അനുഭവം കൂട്ടായിട്ടില്ല. സന്തോഷമായി. ഇതിനപ്പുറം സന്തോഷം ഇനി വേറെ ഇല്ല ലൈഫിൽ കിട്ടാനില്ല. ജീവിതത്തിലെ പിന്നെ ഇപ്പം ഒരു പെരുവിടാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കൊലധാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടുമളയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം. പക്ഷെ അതല്ല, ഇത് രാജ്യത്തിന്റെ പരമോന്നതമായിരിക്കുന്ന ഒരു ബഹുമതിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തെയ്യം കലാകാരന്മാർ അല്ലെങ്കിൽ തെയ്യം കൊലധാരികളാണ്. കലാകാരന്മാർ നമ്മൾ പറയാൻ പാടില്ല, എന്നാലും അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത് തെയ്യം അനുഷ്ഠാന കോലധാരികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇനിയും പരിശ്രമിക്കുക. അത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാം. ഇതിലെ കൂടി പറയാനുള്ളൂ അല്ലെ. 13ാമത്തെ വയസ്സിൽ കിരീടം വെച്ചതാണ് ബാലി തെയ്യത്തിൽ. അവിടെ 50 വർഷം പൂർത്തിയാക്കാൻ കഴിയുന്നതിന്റെ ഭാഗ്യം. അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം. 50 വെച്ചിയോട്ട് എന്ന് പറഞ്ഞ വിശ്വകർമ്മ ക്ഷേത്രം തളിപ്പറമ്പ്. 13ാമത്തെ വയസ്സിൽ കിരീടം വെച്ചതാണ്. അവിടുന്ന് 50 വർഷം കഴിഞ്ഞ വർഷത്തേക്ക് 50 വർഷം പൂർത്തിയാക്കി അവിടെ തെയ്യം കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പാലാഭിയോ പൊലിയോ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ആ 50 വർഷം കൃത്യമായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു ഭാഗ്യം. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ 10-30 വർഷം എല്ലാം 25 വർഷം 30 വർഷം എല്ലാം. വളവട്ടംകാവ് തന്നെ 32 വർഷമാണ് അവിടെ തിരുവടി വെച്ചത്. അപ്പൊ അവിടെ തന്നെ ഈ അംഗീകാരം വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷം. അപ്പൊ ഇവിടെ എത്തിയപ്പോ തമ്പുരാൻ പറഞ്ഞു, തമ്പുരാൻ കൽപ്പിച്ചു ഈ ദിവസം പോയി വാങ്ങിക്കോളൂ. പട്ടുമളയും ആദ്യം കിട്ടിയത് രാജരാജേശ്വരന്റെ തളിപ്പറമ്പ് രാജരാജേശ്വരന്റെ കുട്ടമ്പുറത്താണ്. നമ്മളവിടെ തളിപ്പറമ്പിലാണ് ആചാരം. അപ്പൊ അവിടെ നിന്നാണ് ആദ്യമായിട്ട് പട്ടുമളയും കിട്ടുന്നത്. ഫാമിലിയില് ഭാര്യ പിന്നെ അംഗനവാടി ടീച്ചറാണ്. മോൻ തെയ്യം ഫീൽഡിലുണ്ട്. പിന്നെ മോളെ ഭർത്താവ് പിന്നെ വർക്ക്ഷോപ്പ് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ആ തെയ്യത്തിന്റെ ഫീൽഡിലുണ്ട്. മോൻ തെയ്യത്തിന്റെ ഫീൽഡിലുണ്ട്. അവൻ കെട്ടി അടിക്കുന്നുണ്ട് അല്ലേ. എല്ലാം ഭംഗിയായിട്ട് വരണം.